Hello everyone, Assalamu alaikum. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചീസി ക്രീപ്സ് ആണ്. അതിനു വേണ്ടി ചിക്കൻ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, മുളക് പൊടി 2 ടീസ്പൂൺ, തന്തൂരി ചിക്കൻ മസാലപ്പൊടി 2 ടീസ്പൂൺ, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് 1 ടേബിൾ സ്പൂൺ, തൈര് 3 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഒരു മുട്ട, രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, വെള്ളം 1/2 കപ്പ്, 1 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. ഈ ബാറ്റർ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഇപ്പം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 2 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം മുറിച്ച് വെച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തന്തൂരി മസാല പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് കുറച്ച് സ്പൈസിയാണ്, അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്.
ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്കുള്ള ക്രീപ്സ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ബാറ്റർ ഒഴിച്ച് നന്നായി ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡൂടെ ഒന്നാക്കിയെടുക്കണം. പാന് ചൂട് കുറവാണെന്ന് തോന്നുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാ ദോശകളും ചുട്ടെടുക്കാം. ഇത് ഒട്ടിച്ചെടുക്കാനുള്ള മൈദ റെഡിയാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങിൻ്റെ ഒന്നിച്ച് മൊസറല്ല ചീസ് ചേർക്കാതെ സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ദോശയുടെ നടുക്ക് വെച്ചതിന് ശേഷം 2 സൈഡും കൂടെ എടുത്ത് ഒട്ടിച്ച് ബോക്സ് മാതിരിയാക്കി എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒരു പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബട്ടറിലും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡിലൂടെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ ക്രീപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.